നമസ്കാരം, ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗർഭപാത്ര നീക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. അതിൻ്റെ ശാസ്ത്രവശങ്ങളിലേക്കൊന്നും അല്ല ഞാൻ പോകുന്നത്. പലപ്പോഴും എന്നല്ല, മിക്കപ്പോഴും തന്നെ സ്ത്രീകൾ ഞങ്ങളെ സമീപിക്കാറുണ്ട് ഒരു സ്കാൻ റിപ്പോർട്ടും കൊണ്ട്. ചിലപ്പോൾ വയറിന് വേദനയായിട്ട് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണാൻ പോയപ്പോഴോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറെ കാണാൻ പോയപ്പോഴോ ഒരു സ്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടാകാം. ആ സ്കാനിൽ നോക്കുമ്പോൾ ഗർഭപാത്രത്തിനകത്ത് മുഴകൾ കാണാം. ചിലപ്പോൾ ആ മുഴകൾക്ക് 5-6 സെൻറ്റിമീറ്റർ തന്നെ വലിപ്പമുണ്ടാകാം. ചിലപ്പോൾ ഗർഭപാത്രത്തിൻ്റെ വലിപ്പവും സാധാരണയിൽക്കാളൊരു ഇരട്ടി വലിപ്പമോ ഒക്കെ വെച്ചു എന്നും വരാം. അപ്പോൾ ഈ ഫൈബ്രോയിഡ് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്തുള്ള ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിരിക്കും. അവർ തീർച്ചയായിട്ടും ഈ ഗർഭപാത്രം എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ടും ഉണ്ടാവാം. പലരും അത് കേട്ട് ഉടൻ തന്നെ ഗർഭപാത്രം എടുത്ത് കളയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ രണ്ടാമതൊന്നും കൂടെ ചോദിച്ചേക്കാം എന്ന് പറഞ്ഞ് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരാറുണ്ട്. അങ്ങനെ പലരും നമ്മളടുത്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ഗർഭപാത്രത്തിൽ വരുന്ന മുഴകൾക്കെല്ലാം തന്നെ ശസ്ത്രക്രിയ ആവശ്യമാണോ? തീർച്ചയായിട്ടും അല്ല. ഗർഭപാത്രത്തിൽ മുഴകൾ വന്നാൽ ശസ്ത്രക്രിയ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു 2-3 ഘടകങ്ങളാണ്. ഒന്ന്, ആ മുഴ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഗർഭിണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ട് എങ്ങനെയാണ്, മുഴകളുടെ ബുദ്ധിമുട്ട് എങ്ങനെയാണ് ഉണ്ടാകുക? മാസമുറയുടെ സമയത്തുള്ള രക്തസ്രാവത്തിൻ്റെ അളവ് വളരെ കൂടുന്നു. അതായത് 3 ദിവസം 4 ദിവസം രക്തസ്രാവം വരുന്നതിന് പകരം 8-10 ദിവസം നീണ്ടു നിൽക്കുന്ന മാസക്കുളിയായിരിക്കും അവർക്കുണ്ടാകുന്നത്. ഒരു ദിവസം 2-3 പാഡ് മാറ്റുന്ന സ്ഥാനത്ത് 7-8 പാഡ് മാറ്റേണ്ടി വരുന്നു. തികച്ചും ദ്രാവക രൂപത്തിലുള്ള രക്തം പോകുന്നതിന് പകരം രക്തം കട്ടയായിട്ട് പോകുന്നു. ബാത്റൂമിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ വലിയ രക്തക്കട്ടകൾ വീഴുന്നു. അല്ലെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ നമ്മളുടെ അടിവസ്ത്രങ്ങളൊക്കെ നനഞ്ഞ് ആ നനവ് തട്ടി നമുക്ക് എഴുന്നേറ്റ് പാഡ് മാറ്റേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രക്തസ്രാവം കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ രക്തസ്രാവം കൂടുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? അവരുടെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നു. അളവ് കുറയുമ്പോഴത്തേക്കും അവർക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതായത് പെട്ടെന്ന് ക്ഷീണം വരുന്നു, ദേഷ്യം വരുന്നു, ഉറക്കം കൂടുതൽ, നേരത്തെ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഉത്സാഹമില്ലായ്മ, കുറച്ച് നടക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ട് വരുന്നു, പടി കയറുമ്പോൾ തെകളെ ഇടിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മൾ അറിയുന്നു. ഇതൊക്കെയാണ് വിളർച്ചയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ മുഴയുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആ രക്തസ്രാവം കൂടുന്നതിന് വേറെ കാരണങ്ങളൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഗർഭപാത്രം എടുത്തു കളയണം. രണ്ടാമത്, ഗർഭപാത്രം എത്രത്തോളം വലുതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മുഴകളുണ്ട്, ആ മുഴകളെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരു 3 മാസം ഗർഭത്തിൻ്റെ സൈസ് ഗർഭപാത്രത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 3 മാസം ഗർഭപാത്രത്തിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ വയറ്റിൽ കൂടെ തൊട്ട് നോക്കിയാൽ ആ ഗർഭപാത്രം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ 3 മാസത്തിൽ കൂടുതൽ സൈസ് വെച്ചു കഴിഞ്ഞാൽ അത് വയറിലേക്ക് വളരാൻ തുടങ്ങും. വളരുമ്പോൾ നമുക്കുള്ള പ്രധാന പ്രശ്നം എന്താണ്? നമ്മളുടെ കിഡ്നിയിൽ നിന്ന് വൃക്കകളിൽ നിന്ന് താഴേക്ക് വരുന്ന മൂത്രനാളിയെ മൂത്രനാളിയിൽ ഒരു പ്രഷർ കൊടുത്തിട്ട് ആ മൂത്രം പോകുന്നതിന് തടസ്സം സംഭവിക്കുകയും നമ്മളുടെ ആ സ്ത്രീകളുടെ വൃക്കകൾക്ക് ഒരു വീക്കം വയ്ക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ, അതായത് 3 മാസത്തിൽ കൂടുതൽ സൈസ് ഗർഭപാത്രത്തിനുണ്ടെങ്കിൽ അതും നമ്മൾ എടുത്തു കളയണം. പിന്നെയോ, ചില പൊസിഷൻ അനുസരിച്ച് ചിലപ്പോൾ മൂത്രസഞ്ചിയുടെ നേരെ താഴെയായിരിക്കും ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും മൂത്ര തടസ്സം വരികയും മൂത്രത്തിൽ പഴുപ്പ് വരികയും ചെയ്യും. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മലം പോകാനോ മൂത്രം പോകാനോ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ മുഴകളും നമ്മൾ എടുത്തു കളയണം. അപ്പോൾ തീരെ ചെറിയ മുഴകൾ എടുത്തു കളയണ്ട എന്നാണോ? അല്ല.
ചിലപ്പോൾ 2 സെൻറ്റിമീറ്ററേ മുഴ കാണുകയുള്ളൂ, പക്ഷേ അത് ഗർഭപാത്രത്തിനകത്തേക്ക് വളരുന്ന മുഴയായിരിക്കും. അങ്ങനെ വളരുന്ന മുഴകളും ഇവർക്ക് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാക്കും. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണെങ്കിലും അത് ഗർഭപാത്രത്തിനകത്തേക്ക് വളരുകയും രക്തസ്രാവം കൂടുതലുണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ മുഴകളും എടുത്തു കളയണം. അല്ലാതെ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്ററുള്ള 5-6 മുഴകളുണ്ടെങ്കിൽ പോലും നമുക്ക് എടുത്തു കളയേണ്ട ആവശ്യമില്ല. സ്ത്രീകൾക്ക് ആ മുഴ ഇരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു സ്കാനിൽ ആണത് കണ്ടുപിടിച്ചതെങ്കിൽ അത് വെറുതെ വിട്ടാൽ മതി. ഒരു വർഷം കൂടുമ്പോൾ നമ്മളിപ്പോൾ മുഴ കണ്ടു, നമ്മളത് കഴിഞ്ഞിട്ട് 6 മാസം കഴിയുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. അതിന് വലിയ വലിപ്പമൊന്നും വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ വർഷാവർഷം സ്കാൻ ചെയ്താൽ മാത്രം മതിയാകും. പലപ്പോഴും സ്ത്രീകൾ നമ്മളോട് ചോദിക്കുന്നത്, ഡോക്ടറെ ഈ മുഴ അവിടെ ഇരുന്നിട്ട് ഇനി വല്ല ക്യാൻസറും ആയി പോകുമോ എന്നുള്ളതാണ്. ഭാഗ്യവശാൽ ഈ ഫൈബ്രോയിഡ് എന്നുള്ള മുഴകൾ ക്യാൻസർ ആകുന്നത് വളരെ വിരളമാണ്. 1000 മുഴകൾ വരുമ്പോൾ അതിനകത്ത് ഒരു 5 എണ്ണം മാത്രമാണ് ക്യാൻസർ ആകുന്നത്. ക്യാൻസർ ആകുന്ന മുഴകൾക്ക് അത് പൊതുവേ മുഴകൾ വന്നിട്ടല്ല ക്യാൻസർ ആവുന്നത്, വരുമ്പോഴേ അത് ക്യാൻസറായിട്ട് വരും. അപ്പോൾ വലിയ ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ടായിരിക്കും, വേദനയും ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ടായിരിക്കും അത് വരുന്നത്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള മുഴകൾ വന്നാൽ എടുത്ത് കളയണം. അല്ലെങ്കിൽ ക്യാൻസർ ആകുമോ എന്ന് പേടിച്ച് നമ്മൾ മുഴകൾ എടുത്ത് കളയേണ്ട കാര്യമില്ല. ഒരു 6 മാസം 1 വർഷം കൂടുമ്പോൾ സ്കാൻ ചെയ്തുകൊണ്ട് അതിന് പെട്ടെന്ന് വലിപ്പം വർദ്ധിക്കുന്നോ എന്ന് നോക്കുക. നമുക്ക് മാസക്കുള്ളിയിൽ വ്യത്യാസങ്ങൾ എന്തെങ്കിലും വരുത്തുന്നുണ്ടോ, നമുക്ക് മലം പോവാനും മൂത്രം പോവാനും എന്തെങ്കിലും തടസ്സം വരുത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ അത് ഗർഭപാത്രത്തിൽ ആ മുഴകൾ അവിടെ ഇരുന്നോട്ടെ. നമുക്ക് ആർത്തവ വിരാമം വരുമ്പോൾ അത് പതുക്കെ ചുരുങ്ങിക്കോളും. അതിനു വേണ്ടിയിട്ട് ഒരു മേജർ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. നന്ദി, നമസ്കാരം.